ഹലോ നമസ്കാരം. ഹോം ഡെക്കർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവരും വീട്ടിലും കണ്ടുവരുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയലാണ് എക്സ്റേ. എക്സ്റേ ഉപയോഗിച്ചിട്ട് എങ്ങനെ അടിപൊളി ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉണ്ടാക്കാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മൂന്ന് എക്സ്റേ പീസുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസൊക്കെ ഞാൻ കട്ട് ചെയ്ത് ലെവലാക്കിയാണ്. അതായത് വീതി ഏകദേശം 12 ഇഞ്ച്, അതായത് ഒരടി വീതിയിലും നീളങ്ങൾ 10 ഇഞ്ചും 14 ഇഞ്ചും 17 ഇഞ്ചാണ്. മൂന്ന് നീളം വ്യത്യാസ തരത്തിലും വീതി ഏകദേശം ഒരേപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലിനി ഡിസൈൻ വരയ്ക്കുകയാണ് അടുത്ത് ചെയ്യുന്നത്. വരയ്ക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് കോമ്പസിൻ്റെ കൂർപ്പ് ഭാഗമാണ്. അതുകൊണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഷാർപ്പായിട്ട് ചിത്രം നിലമ്പിൽ തെളിച്ചത്തോടെ കാണാനും പറ്റുന്നതാണ്. പെൻസിലായിട്ട് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് നമ്മൾ ബ്ലേഡായിട്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാഞ്ഞു പോകും. അപ്പോൾ വീണ്ടും നമ്മളത് വരയ്ക്കാൻ നിൽക്കണം. കാരണം ഇത് കട്ട് ചെയ്യുന്നത് അത്ര കറക്റ്റായി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കട്ടിങ്ങിലാണ് ഇതിൽ നമ്മുടെ ഹാങ്ങിങ് ലൈറ്റിൻ്റെ ഭംഗിയിരിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായി കട്ട് ചെയ്യുക. അങ്ങനെ ഏകദേശം എല്ലാതും ഞാൻ വരച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് മൊത്തം ഒരു എലഡ് ഡിസൈനാണ് ഇതിൽ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് ചിത്രം വേണമെങ്കിലും വരയ്ക്കാം. ഞാനിപ്പോൾ ഇതിൽ വരച്ചിരിക്കുന്നത് ഇലയാണ്. ഇനി അത് അടിയിലൊരു മരത്തിൻ്റെ പീസോ, ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് മൾട്ടിവുഡിൻ്റെ പീസാണ്. കാരണം നമ്മൾ നിലം നാശാവേണ്ട വെച്ചിട്ടാണ് മൾട്ടിവുഡ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്ലേഡിൻ്റെ നമ്മൾ ഗ്രാനൈറ്റിൻ്റെ മേലൊക്കെ വെച്ച് കട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ബ്ലേഡിൻ്റെ മൂർച്ചം വേഗം പോവും. അപ്പോൾ അതിനൊക്കെ ഒരടിയിലൊരു മരം വെക്കുകയാണെന്ന് വെച്ചാൽ ഒന്നുകൂടി ബെറ്റർ ആവും. ഇതിൽ നമ്മൾ ഹോളിടാൻ വേണ്ടി ഇരിക്കുന്ന കട്ടർ, നമ്മൾ ബെൽറ്റിനൊക്കെ ഹോളിടാൻ ഉപയോഗിക്കുന്ന ഒരു കട്ടറുണ്ട്. അതായിട്ടാണ് ഇതിന് ഹോളിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ 3.5 ഇഞ്ച് വീതിയിലുള്ള PVC പൈപ്പിനെ 4.25 ഇഞ്ച് വീതിയിൽ 6 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഇലയുടെ ഡിസൈൻ ചെയ്ത എക്സ്റേ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ എക്സ്റേ റൗണ്ടായിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ എക്സ്റേ 2 ഇഞ്ചും കൂട്ടിമുട്ടെത്തുന്ന ഭാഗത്ത് നമ്മൾ ഇല ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഇലയുടെ ഒരു എൻഡ് മറ്റേ എൻഡിലും ബാക്കി കുറച്ച് മറ്റേ എൻഡിലും വേണം ഡിസൈൻ ചെയ്യാൻ. എന്നാൽ ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ ആ ഇല ഏകദേശം ഒരു ഇലയിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യണം. എന്നാലും നമുക്ക് വർക്ക് മൊത്തം കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗിയുണ്ടാവും. മറ്റേത് നമ്മൾ ഒരു സൈഡ് തന്നെ വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടിച്ച ഭാഗങ്ങൾ കറക്റ്റായി നിങ്ങൾ കാണും. അത് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഇതിലും കൂടിയിട്ട് ലീഫ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്.
ഒട്ടിച്ചെടുക്കൽ പണി ഏകദേശം കഴിഞ്ഞു. ഇനി അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ 3.5 വീതിയിലുള്ള ഒരു എക്സ്ട്രാ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൽ കുറച്ച് ഡിസൈൻ ചെയ്തിട്ട് അതിന് അടിയിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അടിയിൽ നിന്ന് കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് അതാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ കുറേ റൗണ്ട് ഇങ്ങനെ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തതാണ്. അതും പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. ബാക്കി 2 എക്സർ ഉണ്ട്. അതിൽ ഞാൻ 2 ഡിസൈൻ കട്ട് ചെയ്തെടുത്തതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒന്നിൽ ഞാൻ സ്റ്റാറിൻ്റെ ഡിസൈനും, ഒന്നിൽ ഞാനൊരു പടവിൻ്റെ, അതായത് കരിങ്കല്ല് പടവിൻ്റെ ഒക്കെ നമ്മൾ കാണുമ്പോൾ ഒരു ഡിസൈനില്ല, അത് ഡിസൈൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളതിന് സ്പ്രേ പെയിൻറ്റ് ചെയ്യാണ്. ഗോൾഡൻ ബ്രൗൺ ആണ് ഞാനിപ്പോൾ സ്പ്രേ എടുക്കുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് ആണെങ്കിൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാകും. കൂടാതെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ A4 ഷീറ്റ് അതിൽ റൗണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ ആദ്യം വയ്ക്കുകയാണ്. അത് വെച്ചതിന് ശേഷം അതായത് നമ്മൾ അതിന് റൗണ്ടിൻ്റെ ഉള്ളിൻ്റെ വീതിനനുസരിച്ച് നമ്മൾ A4 ഷീറ്റ് കട്ട് ചെയ്ത് വെക്കണം. A4 ഷീറ്റിനൊക്കെ ഒന്നുകൂടി ലൈറ്റ് കടത്തി പറഞ്ഞ ഒരു വേറെ കനം കുറഞ്ഞ പേപ്പറാണെന്ന് വെച്ചാൽ ഒന്നുകൂടി ഭംഗി കൂടും. അതാണ് ഏറ്റവും നല്ല ഭംഗി ഉണ്ടാവുക. കാരണം എനിക്ക് കിട്ടിയത് A4 ഷീറ്റ് ആയതുകൊണ്ട് ഞാനത് വെക്കുകയാണ്. ബൾബ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ വേസ്റ്റായി കിടന്ന മൾട്ടിവുഡിൻ്റെ പീസ് എടുത്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് 3.5 വീതി. അപ്പോൾ നമ്മുടെ ഡിസൈൻ്റെ ഉള്ളിൽ കടന്നു പോകാൻ വേണ്ടിയിട്ട് 3.5 വീതിയിൽ റൗണ്ട് കട്ട് ചെയ്തിട്ട് അതിലാണ് ഹോൾഡർ സെറ്റ് ചെയ്യുന്നത്. ബൾബ് ഇട്ടതിന് ശേഷം അതിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ഇതിൽ LED ബൾബ് അല്ലാണ്ട് ഫിലമെൻറ്റ് ബൾബ് ഇടുകയാണെങ്കിൽ നമ്മളതിലെ A4 ഷീറ്റ് ഒഴിവാക്കി കത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുമരുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത ഇലയുടെ ഡിസൈനുകൾ ഭംഗിയോടെ കാണും. അങ്ങനെ നമുക്ക് ഈ ഹാങ്ങിങ് ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ 2 തരത്തിൽ ഈ ഹാങ്ങിങ് ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും ഭംഗി അതിൽ പേപ്പർ അതായത് A4 ഷീറ്റ് വെക്കാണ്ട് കത്തിച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ നമ്മുടെ ചുമരുകളിലൊക്കെ നമ്മൾ ചെയ്ത ഡിസൈൻ കാണാൻ പ്രത്യേക ഭംഗിയാണ്. അതേപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റ് ഒന്ന് ഇളകുമ്പോൾ കൂടുതൽ ഭംഗി കിട്ടും. അങ്ങനെ 2 തരത്തിൽ നമുക്ക് ഈ ഹാങ്ങിങ് ലൈറ്റ് ഉപയോഗിക്കാൻ പറ്റും.